നമസ്കാരം. നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള വരുമാനങ്ങളുള്ള ആൾക്കാർ ജീവിക്കുന്നുണ്ട്. ഇന്ന് താരതമ്യേന വരുമാനം കുറഞ്ഞ ആൾക്കാർക്കുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാവുന്നത് താരതമ്യേന വരുമാനം കുറഞ്ഞ ജോലികൾ ചെയ്യുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ആൾക്കാരുടെ ഓട്ടോ വാടകയ്ക്കെടുത്ത് ഓടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് ഡെലിവറി ബോയ്സ്, അങ്ങനെയുള്ള ആൾക്കാർ, അതായത് ബസ് ഡ്രൈവേഴ്സ്, അങ്ങനെയുള്ള അതായത് ബസ് ജീവനക്കാർ, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ കുറച്ചുകൂടി ഉപകാരപ്രദമാവുന്ന തരത്തിലാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ക്രമീകരിച്ചിട്ടുള്ളത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സ്വാഭാവികമായിട്ടും ഈ പറയുന്ന കാറ്റഗറിയിൽ നിൽക്കുന്ന ആൾക്കാർ, അതായത് വരുമാനം ഒരു വലിയൊരു വരുമാന സ്രോതസ് ഇല്ലാത്ത ആൾക്കാർ, എപ്പോഴും ജീവിതത്തിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ശരിക്കും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, ആദ്യത്തെ കാര്യം, ഈ ആൾക്കാർക്ക് കൃത്യമായിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ് കൃത്യമായിട്ട് ആരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. ഒരു ഓർഗനൈസ്ഡ് വേ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരിക്കലും അവർ ചെയ്തിട്ടുണ്ടാവണമെന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പരിചയത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രം ചിലപ്പോൾ ഇൻഷുറൻസ് പോളിസികളോ അല്ലെങ്കിൽ ചിട്ടികളോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവരായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ എന്താണ് അവരുടെ കാര്യത്തിൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് നിലവിൽ ബാധ്യതകൾ ഉണ്ടെങ്കിൽ ആ ബാധ്യതകളെ ഒഴിവാക്കുക എന്നുള്ളൊരു കാര്യമാണ്. അതായത് നമുക്ക് ലോണുകൾ, പലതരത്തിലുള്ള ലോണുകൾ ഉണ്ടാവാം. ചിലപ്പോൾ നമ്മൾ ബാങ്കിൽ നിന്നെടുത്ത ലോണുകൾ ഉണ്ടാവാം, വ്യക്തികളിൽ നിന്നെടുത്ത വലിയ പലിശയുള്ള ലോണുകൾ ഉണ്ടാവാം, വിളിച്ചെടുത്ത ചിട്ടികൾ ഉണ്ടാവാം. വിളിച്ചെടുത്ത ചിട്ടികൾ ലോണുകൾ തന്നെയാണ്. ചിലപ്പോൾ സ്വർണം പോലെയുള്ള നമ്മുടെ വിലപിടിച്ച വസ്തുക്കളൊക്കെ നമ്മൾ പണയം വെച്ചുകൊണ്ടുള്ള ലോണുകൾ ഉണ്ടാവാം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ലോണുകളാണ് നമുക്ക് സാധാരണയായിട്ട് ഉണ്ടാവാറുള്ളത്. ഇതിൽ ആദ്യത്തെ കാര്യം, ഈ ലോണുകളൊന്നും തന്നെ മറന്നു പോകാതിരിക്കുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ലോണുകളെ നമ്മൾ എഴുതി വെക്കുക. കൃത്യമായിട്ട് ഓരോ ലോണുകളും അടയ്ക്കേണ്ട തീയതി സഹിതം നമ്മൾ എഴുതി വെച്ചിട്ട് അടവുകൾ മുടങ്ങാതിരിക്കുക എന്ന് പറഞ്ഞൊരു കാര്യമാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഇനി അടുത്തൊരു കാര്യം, ഈ ലോണുകൾ ചിലപ്പോൾ 3-4 ലോണുകളൊക്കെ ഒരു വ്യക്തിക്ക് ഉണ്ടാവാം. ആ ലോണുകൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം, ആ ലോണിൻ്റെ നമ്പറുകൾ കുറയ്ക്കുക എന്നുള്ളതാണ്. ചെറിയ ലോണുകൾ നമുക്ക് പറ്റുമെങ്കിൽ ചെറിയ ലോണുകൾ നമ്മൾ ഒരേ സമയം തന്നെ അടച്ചു തീർക്കാനോ അല്ലെങ്കിൽ അതൊന്ന് ഒഴിവാക്കാനോ ഉള്ള ഒരു കാര്യം നമ്മൾ കാണിക്കുക. ഒരൊറ്റ ലോണ്, ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ടോപ്പപ്പ് ഒക്കെ ആയിട്ടാണ് നമുക്കൊരു ലോണ് കിട്ടുന്നതെങ്കിൽ, ആ ലോണ് കൊണ്ട് ബാക്കിയുള്ള എല്ലാ കടങ്ങളും തീരുമെങ്കിൽ നിങ്ങൾ ആ ഒരു ടോപ്പപ്പ് ചെയ്തിട്ട് ഒരൊറ്റ ലോണിലേക്ക് നമ്മുടെ ശ്രദ്ധ കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്, ഓട്ടോയൊക്കെ വാടകയ്ക്കെടുത്ത് ഓടുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ ഡെയിലി 1000 രൂപയൊക്കെ അല്ലെങ്കിൽ 500-1000 രൂപയൊക്കെ ഈ വാടക ആയിട്ട് നമ്മൾ അതിൻ്റെ ഉടമസ്ഥന് കൊടുക്കുന്നുണ്ടാവാം. നിങ്ങൾ ആ ഓട്ടോ സ്വന്തമാക്കാൻ പറ്റുകയാണെങ്കിൽ ഈ പറയുന്ന 1000 രൂപ അല്ലെങ്കിൽ 500 രൂപയൊക്കെ നമുക്ക് ഡെയിലി നമ്മുടെ സേവിങ്സിലേക്ക് മാറ്റാൻ പറ്റും. പക്ഷേ ചില സമയങ്ങളിൽ നമ്മുടെ പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടോ നമുക്ക് ഇന്നത്തെ നിലവിലുള്ള സാഹചര്യം അനുവദിക്കാത്തത് കൊണ്ടോ നമുക്ക് അങ്ങനെ ഒരു സംഭവത്തിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. സോ അങ്ങനെയുള്ള ആൾക്കാർ പറ്റുമെങ്കിൽ നിങ്ങൾ ആ ഒരു വണ്ടി അല്ലെങ്കിൽ ആ ഒരു വാഹനം നിങ്ങൾ സ്വന്തമാക്കാൻ നോക്കിയിട്ട് ആ ഒരു അടവ് നമ്മൾ ആ ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു വാടക എമൗണ്ട് നമ്മൾ കൃത്യമായി സേവ് ചെയ്യാൻ വേണ്ടി നോക്കുക. എപ്പോഴും നമ്മൾ സേവിങ്സിൻ്റെ കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പണം വളരുന്ന മേഖലകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് ബന്ധങ്ങളുടെ മുകളിൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വലിയ രീതിയിൽ റിട്ടേൺസ് കിട്ടാത്ത കാര്യങ്ങളായിരിക്കാം നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടാവുക. സോ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു ഇൻകം കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് അറിയാത്തൊരു കാര്യമാണ് മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയിട്ട്. മ്യൂച്വൽ ഫണ്ടുകളിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിംഗ് ഒക്കെ ചെയ്യാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമുക്ക് നല്ല റിട്ടേൺസ് നമ്മൾ ബാങ്കിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഈ പറയുന്ന മേഖലകളിലൂടെ അല്ല പല ഇൻവെസ്റ്റ്മെൻറ്റുകളിലൂടെ കിട്ടുന്നതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി ലാഭം കിട്ടുന്ന മ്യൂച്വൽ ഫണ്ടുകളൊക്കെ മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് വരുമാനം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വെൽത്ത് നമ്മൾ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് മാത്രം അല്ലെങ്കിൽ ചെറിയൊരു നാമമാത്രമായ ലാഭം മാത്രം വാങ്ങിക്കൊണ്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് നമ്മൾ കുരുതി കൊടുക്കുകയാണ് ചെയ്യുന്നുണ്ടാവുക. സോ ആ ഒരു കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അടവുകൾ കഴിഞ്ഞ് നമ്മൾ ബാക്കി ഉണ്ടാവുന്ന നമ്മുടെ വരുമാനത്തിൽ നിന്ന് നമ്മുടെ ചെലവുകളും കൂടി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് സമ്പാദ്യമില്ലാത്തൊരവസ്ഥയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് കണ്ടുവരാറുള്ളത്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഡെയിലി വലിയൊരു എമൗണ്ട്, നമ്മളിപ്പോൾ ചില ആൾക്കാർ പറയും മ്യൂച്വൽ ഫണ്ട് ചെയ്യാൻ വലിയ പൈസ വേണമെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഒന്നുമില്ല, ചെറിയ പൈസ കൊണ്ട് പോലും ചെയ്യാം. എന്നാൽ പോലും നിങ്ങൾക്ക് ഡെയിലി ഒക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ദിവസം 100 രൂപയെ മാറ്റി വെക്കാൻ പറ്റുള്ളൂ എന്ന് കൂട്ടുക. അങ്ങനെയാണെങ്കിൽ ഒരു 5-6 ദിവസമൊക്കെ നമ്മൾ ആ പൈസ മാറ്റി വെച്ച് ഒരു 500-600 രൂപയാകുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആഴ്ചയിൽ മ്യൂച്വൽ ഫണ്ടിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാ ആഴ്ചയും നിങ്ങൾ ആ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങളുടെ വരുമാനം കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെ അടവുകളുണ്ട്, ബാധ്യതകളുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ അതേസമയം തന്നെ ഒരു 2-3 വർഷം കൊണ്ട് നല്ല രീതിയിലുള്ള അത്യാവശ്യം ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റും കൂടി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടാവും. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് വണ്ടി എടുക്കാൻ പറ്റാത്ത വ്യക്തികളായിരുന്നു നിങ്ങളെങ്കിൽ നിങ്ങളൊരു 3-4 വർഷം ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ 1 രൂപ പോലും ലോണില്ലാതെ ഒരു പുതിയൊരു വണ്ടി വാങ്ങാൻ നിങ്ങളെ കൊണ്ട് ഇത് സഹായിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ വലിയൊരു ലോണ് അടച്ചു മാറ്റാൻ അല്ലെങ്കിൽ ഒഴിവാക്കി മാറ്റാനൊക്കെ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ മാറ്റിവെക്കുന്ന ഒരു 100 രൂപ, ഡെയിലി മാറ്റിവെക്കുന്ന 100 രൂപ പോലും നിങ്ങളെ ഫിനാൻഷ്യലി സഹായിക്കുന്നുണ്ടാവും. സോ ഇങ്ങനെയുള്ള പ്ലാനിങ്ങുകൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക. ഇനി അവസാനമായിട്ട് നോക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു ലോൺ എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് അടച്ച് തീർത്തിട്ടുണ്ടെങ്കിൽ അത് തീർന്ന ഉടനെ ആ ഒരു പൈസ നമ്മൾ പുതിയൊരു ലോണിലേക്ക് മാറ്റി വെക്കരുത്. ഒരു കാരണവശാലും നമ്മൾ എങ്ങനെയെങ്കിലും നമ്മുടെ കാര്യങ്ങൾ ലോൺ ഇല്ലാതെ, കടമില്ലാതെ പുതിയ കടം എടുക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ഇന്ന് പ്ലാൻ ചെയ്ത ഒരു 3-4 വർഷം കൊണ്ട് നിങ്ങളുടെ കംപ്ലീറ്റ് കടവും ഒഴിവായ ശേഷം നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് എത്താൻ പറ്റും. ഇവിടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിലെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഇന്നത്തെ കാലത്ത് പണം അത്യാവശ്യമാണ്. അതൊരിക്കലും ലോണിന് വേറൊരു വ്യക്തിയുടെ പലിശയായിട്ടോ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഒരു ഇൻട്രസ്റ്റ് ആയിട്ടോ മാത്രം കൊടുക്കാതെ നമ്മുടെ ജീവിതത്തിന് അത് കറക്റ്റായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ് നമുക്ക് ആവശ്യമാണ്. സോ ഇതുപോലെയുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫീസ് നമ്പർ ഇവിടെ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും ചെയ്തു തരുന്നതാണ്.